എല്ലാവർക്കും നമസ്തേ. ഞാൻ ശ്രീരേഖ, രേഖാമേനൻ ഹെൽത്ത് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ. ഞായറാഴ്ച നമ്മുടെ കുടുംബക്ഷേത്രം ഉണ്ടെന്ന് പറയാറ്. കുടുംബക്ഷേത്രത്തിൽ പൂജയാണ്. അപ്പോൾ അതായത് ഇത് തലേദിവസം എടുക്കുന്ന വേദിയാണ് കേട്ടോ. അപ്പോൾ നാളെയാണ് പൂജ. എല്ലാ മാസവും 1-ാം തീയതി കഴിഞ്ഞുള്ള ഞായറാഴ്ച ആയിരിക്കും പൂജ കേട്ടോ. മലയാള മാസം 1-ാം തീയതി ഞായറാഴ്ചയായിട്ട് വരാണെങ്കിൽ അന്ന് തന്നെ ഉണ്ടാവും പൂജ. മാസത്തിൽ ഒരു ദിവസമായിരിക്കും കേട്ടോ പൂജ. ദിവസവും വിളക്ക് വെപ്പ് ഉണ്ടാവണം. വിളക്ക് ദിവസവും വെക്കും കേട്ടോ. അപ്പോൾ ഞായറാഴ്ച പൂജ ചെയ്തുകൊണ്ട് അവിടെ തലേ ദിവസം തന്നെ കുറച്ച് ക്ലീനിങ് പരിപാടികളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു. അതുകൊണ്ട് കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ. പിന്നെ പൂജ കഴിഞ്ഞു അന്നദാനമൊക്കെ ഉണ്ടാവും. നമ്മൾ കുടുംബക്കാർ തന്നെയാണ് പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ പോകും. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കുടുംബക്ഷേത്രം കേട്ടോ. 2 ശ്രീകോവിലായിട്ടാണ് കുടുംബക്ഷേത്രം. ഒരു ശ്രീകോവിൽ കിഴക്കോട്ട് തിരിഞ്ഞും മറ്റൊന്ന് പടിഞ്ഞാട്ട് തിരിഞ്ഞുമായിരിക്കുന്നത്. ഈ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ശ്രീകോവിലാണ് മെയിൻ പ്രതിഷ്ഠ. ഭുവനേശ്വരി ഉണ്ട്. പിന്നെ വലതുഭാഗം ഭദ്രകാളി, ഇടതുഭാഗം വീരഭദ്രൻ. പിന്നെ പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്ന ശ്രീകോവിലിൽ ദുർഗാദേവി ഉണ്ട്. ഇടത് സൈഡ് വേട്ടക്കാരനുണ്ട്, വലത് സൈഡിൽ ശാസ്താവുണ്ട്. കൂടാതെ ബ്രഹ്മരക്ഷസ് ഉണ്ട്, ഇരുത്തിക്കാണ്. ഇത് എന്ന് പുറമെ യോഗീശ്വര സ്വാമി ഉണ്ട്. കാരണവരെന്ന് പറയില്ലേ, 500 വർഷം പഴക്കമുള്ള നമ്മുടെ ഒരു കാരണവരാണ്. അത് യോഗീശ്വര സ്വാമി. പിന്നെ ഇത് കൂടാതെ സർപ്പങ്ങളുണ്ട് കേട്ടോ. 5 സർപ്പങ്ങളുണ്ട്. പിന്നെ സെപ്പറേറ്റ് സർപ്പക്കുളമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഒരു ദിവസം നിങ്ങളെ എല്ലാം പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഭയങ്കര എന്താ പറയുക, അത്രയ്ക്ക് നല്ല ഒരു അമ്പലമാണ്. നമുക്ക് നല്ല വിശ്വാസമുണ്ട് കേട്ടോ. നല്ല നല്ല അത്ഭുതങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് എല്ലാം വിശദമായിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കേട്ടോ. 2005 പ്രതിഷ്ഠ കേട്ടോ. ഇതിൻ്റെ മൂലക്ഷേത്രം എന്നൊക്കെ പറയുന്നത് പൊന്നിയൂർക്കുളമാണ് കേട്ടോ. അവിടുത്തെ സങ്കല്പമാണ് ഇവിടെ ആയിരിക്കുന്നത്. അപ്പം അതിനൊക്കെ കുറിച്ചിട്ട് വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞായറാഴ്ച പൂജ ചെയ്തുകൊണ്ട് അന്ന് തിരക്കായിരിക്കും. ഉച്ചവരെ എല്ലാം ഉണ്ടാവും. അത് കഴിഞ്ഞു പൂജയെല്ലാം കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിഞ്ഞു വീണ്ടും അമ്പലം ക്ലീനൊക്കെ ചെയ്യാനുണ്ടാവും. അപ്പോൾ അന്ന് ഏകദേശം കഴിയുമ്പോൾ ഒരു 3 മണിയാവും തിരിച്ചു വരുമ്പോൾ. അതൊക്കെയാണ് അമ്പലത്തിൻ്റെ വിശേഷം. അപ്പം ഞാനത് അമ്പലം കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് വന്ന് നിങ്ങളെ ഒന്ന് കാണാം, നിങ്ങളുടെ കുറച്ച് സംശയങ്ങളൊക്കെ തീർക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, തിരക്കുകാരനാണ് കേട്ടോ. പിന്നെന്താണ്, ഈ കാച്ചിയ എണ്ണയിൽ നമുക്ക് കറ്റാർവാഴ ജെല്ലിൽ മുളപ്പിച്ച ഉലുവ ഇടാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് എണ്ണയാണോ ഉള്ളത് ആ എണ്ണയിലിടാം കേട്ടോ. വീണ്ടും കാച്ചേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏത് എണ്ണയാണോ നിങ്ങളുടെ കൈവശമുള്ളത്, നിങ്ങൾ തേച്ചുകൊണ്ടിരിക്കുന്ന എണ്ണ ഏതാണോ അതിലേക്ക് ഇടാം കേട്ടോ. പിന്നെ കുഴപ്പമില്ല, 1-2 എണ്ണകളൊക്കെ തേച്ചാലും കുഴപ്പമില്ല എന്നുള്ളവർക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഇടണമെങ്കിൽ ഇടാം. എന്തായാലും റിസൾട്ടാണ് കേട്ടോ. മുളച്ച് കിട്ടും. ഉലുവ ഏറ്റവും ബെസ്റ്റാണ് മുടി വളർച്ചയ്ക്ക്. അപ്പോൾ മുളച്ചും കൂടി കിട്ടുമ്പോഴോ നല്ല ഡബിളാണ് ഇതിൻ്റെ റിസൾട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. കയ്യിൽ ഏതാണോ എണ്ണയുള്ളത് അങ്ങനെ ചെയ്യാം. പിന്നെ വിറ്റാമിൻ ഇ ക്യാപ്സൂള് ആവണക്കെണ്ണയും ഇതിൽ കാച്ചിയ എണ്ണയിൽ തേക്കാം, കുഴപ്പമില്ല. അതായത് വിറ്റാമിൻ ഇ എന്ന ക്യാപ്സൂൾ എന്ന് പറയുന്നത് നമ്മളെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുമ്പോൾ നമുക്ക് പ്രോട്ടീൻ, ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും കാര്യങ്ങളൊക്കെ സ്പീഡിൽ ഈ രോമക്കൊണ്ടുള്ള ഫോളിക്കിൾസിലേക്ക് പ്രവേശിക്കും. അങ്ങനെ നമ്മളിപ്പോൾ ഒരു ചെടിക്ക് വളമിടുമ്പോൾ, ഒരു ചെടി നട്ട് വളമിടുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് ഉണ്ടാവും അല്ലേ, ചെടി പെട്ടെന്ന് വളരും.
അതേപോലെയാണ് ഈ ഫോളിക്കിൾസിൽ രോമകൂപങ്ങളിൽ വേണ്ട പ്രോട്ടീൻ സ്പീഡായിട്ട് എത്തിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് വളരുന്ന നമ്മുടെ ഈ ബേബി ഹെയർ ഉണ്ടല്ലോ, അത് നല്ല സ്ട്രോങ് ആയിരിക്കും കേട്ടോ. അപ്പോൾ സ്ട്രോങ് ആയ ഒരു ഹെയറിൽ എന്ത് സംഭവിക്കും? പെട്ടെന്ന് നല്ല തിക്നെസ് ഉണ്ടാവും, പൊട്ടിപ്പോവില്ല, ഡാമേജ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചേർക്കാം, ആവണ തന്നെ അത് നല്ല ഇതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ കൈവശമുള്ളത് അത് ചേർക്കാം കേട്ടോ. അതിനെ ഞാൻ വീണ്ടും ഒരു എക്സ്പെൻസ് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ എണ്ണ കയ്യിലുള്ളത് അത് വെച്ച് തേക്കാം കേട്ടോ. പിന്നെ കറ്റാർവാഴയുടെ പറഞ്ഞു കേട്ടോ. കറ്റാർവാഴയ്ക്ക് പ്രത്യേകിച്ച് വളമൊന്നും ചേർക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അങ്ങനെ ആ നടുമ്പേ ഉള്ളതേ ഉള്ളൂ, പിന്നീട് ഒരു വളം ചേർക്കാറില്ല കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏകദേശം വെയിൽ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം കറ്റാർവാഴ കിറ്റിലാണെങ്കിലും നിലത്താണെങ്കിലും ഏകദേശം വെയിൽ, നല്ല വെയിലല്ല ഉദ്ദേശിക്കുന്നത്, ഏകദേശം വെയിൽ കിട്ടുന്നതും പിന്നെ വേറെ തടസ്സങ്ങളൊന്നുമില്ല, നിഴല് കാര്യങ്ങളൊന്നും ഇല്ലാത്തടുത്ത് വേണം. നമ്മൾ ചോല എന്ന് പറയുമല്ലോ, ചോലയൊന്നും ഇല്ലാത്തടുത്ത് വേണം ഇത് വയ്ക്കാൻ. അപ്പോൾ ഇതിന് വേണ്ട ഓക്സിജനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? കിട്ടും. അപ്പോൾ അത് നല്ല തിക്കായിട്ട് വളരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഓക്സിജൻ്റെ കാര്യം പറഞ്ഞപ്പോഴാട്ടോ, വിറ്റാമിൻ ഇ ക്യാപ്സൂള് തേക്കുമ്പോൾ നമ്മൾ സ്കാൽപ്പിലൊക്കെ തേച്ച് പിടിപ്പിക്കുക വേണ്ട ഓക്സിജനും പ്രോട്ടീനും എല്ലാം കിട്ടും കേട്ടോ. അപ്പം അതൊരു ഗുണമാണ് അതിന്. അതേപോലെ നമ്മൾ ഈ വെയിലുള്ളിടത്ത് നമ്മൾ അലോവേര, കറ്റാർവാഴ കിറ്റിലാണെങ്കിലും നിലത്താണെങ്കിലും നമ്മൾ നോക്കാം, ചോലയൊന്നും ഇല്ലാത്തടുത്ത് നമ്മൾ വെച്ച് പിടിപ്പിച്ചാൽ മതി. ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വളമിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഈ കറ്റാർവാഴ പിടിപ്പിക്കുന്ന കിറ്റിലാണെങ്കിൽ ചട്ടിയിലാണെങ്കിലോ നിങ്ങൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ആ മണ്ണിനോടുകൂടി അല്പം ഉണങ്ങിയ ചാണകപ്പൊടിയോ എന്തായാലും നഴ്സറിയിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ചില വീടുകളിൽ ഉണ്ടാവും, ഉണങ്ങിയത് വേണം നമ്മളിടാൻ. ഈ മണ്ണിൻ്റെ കൂടെ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന മിശ്രിതം ഉണ്ടല്ലോ മണ്ണ്, അതിൻ്റെ കൂടെ കുറച്ച് ഉണക്കച്ചാണകം കൂടി ഇട്ടിട്ട്, പച്ച ഇടരുത് കേട്ടോ, അല്പം ഇടാവും ഉണക്കച്ചാണകം. എന്നിട്ട് വേണം നമ്മൾ നട്ട് കഴിഞ്ഞ് പിന്നെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, വേറെ നമ്മളൊന്നും ചെയ്യുന്നത്. മഴക്കാലമാണ് ഈ വെള്ളവും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് വെക്കുമ്പോൾ ചോലയൊന്നും ഉണ്ടാകരുത്, മറ്റുള്ള വൃക്ഷങ്ങളുടെ അടിയിലൊന്നും കൊണ്ടേ വെക്കരുത്. അങ്ങനെ തുറസായ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വളരും കേട്ടോ. ഞാൻ അങ്ങനെ ഇടയ്ക്കൊന്നും ഒരു വളമിടാറില്ല കേട്ടോ, കറ്റാർവാഴയ്ക്കൊന്നും ഒരു വളമിടാറില്ല. ഒന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. ഒന്ന് അധികം വെയിലില്ലാത്തടുത്ത് നിഴലിൽ നമ്മൾ ചോലയിൽ വെക്കുമ്പോൾ വലുതാവില്ല, ചെറിയ ചെറിയ ലീഫാണ് ഉണ്ടാവുള്ളൂ കറ്റാർവാഴയ്ക്ക്. അതേസമയം നമ്മൾ തുറസായ സ്ഥലത്ത് അതിന് ഒരുപാട് വെയിലല്ല, കുറച്ച് വെയിൽ കൊള്ളുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകും കേട്ടോ. പിന്നെ കറ്റാർവാഴ ജ്യൂസ് കുടിച്ചു എന്നറിഞ്ഞു, വളരെ സന്തോഷം കേട്ടോ. നല്ല ടേസ്റ്റാണത് കുടിക്കുമ്പോൾ. നിങ്ങൾക്ക് വല്ലപ്പോഴും ഇടയ്ക്ക് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെന്താ, പിന്നെ വിറ്റാമിൻ ഡി എത്ര തരത്തിലുണ്ടെന്ന് ചോദിച്ചു അല്ലേ. വിറ്റാമിൻ ഡി നമ്മൾ 2 തരത്തിലുണ്ട് കേട്ടോ. നമ്മൾ മൊത്തത്തിൽ പറയുമ്പോൾ വിറ്റാമിൻ ഡി എന്ന് പറയും അല്ലേ. ഈ വിറ്റാമിൻ D2 ഉണ്ട്, വിറ്റാമിൻ D3 ഉണ്ട് കേട്ടോ. D2 D3 നമ്മളെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മനുഷ്യ ശരീരത്തിൽ നമുക്ക് രണ്ടും ഉണ്ടാവാം, പക്ഷേ D2യുടെ അളവ് എപ്പോഴും കുറഞ്ഞിരിക്കും, D3 ആണ് കൂടിയിരിക്കുന്നത്. അതുപോലെ D2 എന്ന് പറഞ്ഞാൽ ഷോർട്ട് പീരീഡേ ഉണ്ടാവുള്ളൂ, D3 എന്ന് പറഞ്ഞാൽ ലോങ് പീരീഡ് ആയിരിക്കും അതിൻ്റെ എഫക്റ്റ് നിൽക്കുന്നത്. പിന്നെ D2 എന്ന് പറയുന്നത് നമ്മൾ പ്ലാന്റ്സിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്, ഫംഗി, അത് പിന്നെ മഷ്റൂം, ഈസ്റ്റ്, ഇതിനൊക്കെ കിട്ടുന്നതാണ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ 3 എന്ന് പറയുന്നത് അനിമൽസ് എന്നാണ്, അനിമൽസ്, അതുപോലെ സൂര്യപ്രകാശം, ഇതൊക്കെ കിട്ടുന്നതാണ്. പിന്നെ ഫിഷ് ഓയിൽ, ഇതിനൊക്കെ കിട്ടുന്നതാണ്. അതിൻ്റെ ആഹാരം കഴിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് വിറ്റാമിൻ 3 എന്ന് പറയുന്നത്, D3 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് നല്ല എഫക്റ്റ് ഉണ്ടാകുന്നത് വിറ്റാമിൻ D3-ക്കായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് സെപ്പറേറ്റ് അറിയാൻ പറ്റും, ടോട്ടൽ അറിയാൻ പറ്റും,
D3 എത്രയാണ്, D2 എത്രയാണ്. ഇതെല്ലാം നമുക്ക് ബോണിന് ഹെൽത്ത് ഉണ്ടാക്കും. ക്ഷീണം ഉണ്ടാവില്ല, തളർച്ചയൊന്നും ഉണ്ടാവില്ല. എപ്പോഴും നമ്മൾ നല്ല ആരോഗ്യമായിട്ട് നമുക്ക് നിൽക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് വ്യത്യാസങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് കൂടി ഒന്ന് പറഞ്ഞാൽ മതി ലാബിൽ കേട്ടോ. D2 അറിയണം, D3 അറിയണം എന്നൊക്കെ കേട്ടോ. ഏറ്റവും മെയിനാണത്. നമുക്ക് സൺലൈറ്റിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് വിറ്റാമിൻ D3 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ബയോ അവൈലബിലിറ്റി ഉണ്ടാവും. കാരണം നമുക്ക് പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കാനുള്ള, ആഗിരണം ചെയ്യാനുള്ള ശക്തി അത് D3ക്ക് ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ വേണ്ട എണ്ണം ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അങ്ങനെ ക്ഷീണമൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്. അഡൽട്സിന്, ഈ പ്രായമായവർക്കൊക്കെ പെട്ടെന്ന് ബോണിന് ഒടിവോ ചതവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് D3യിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ, ഭേദമാകും. അതുപോലെ ഷുഗർ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അഭാവത്തിൽ ഉണ്ടാവാം കേട്ടോ. അപ്പോൾ മുടി വളർച്ചയ്ക്കും എല്ലാത്തിനും ഇത് നല്ലതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയുകയാണെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ എൻ്റെ ഈ ചുരുങ്ങിയ സമയത്ത് ഞാൻ നിങ്ങളെ ഒന്ന് കണ്ട് നിങ്ങൾക്ക് വേണ്ട സംശയം തീർത്ത് തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ സംശയങ്ങളൊക്കെ ചോദിച്ചോളൂ കേട്ടോ. നമ്മളെ കൊണ്ട് അറിയാവുന്ന സംശയങ്ങളാണെങ്കിൽ പറഞ്ഞു തരാൻ വളരെ സന്തോഷമേ ഉള്ളൂ കേട്ടോ. കൂടുതൽ ഇതിനെക്കുറിച്ച്, മുടിയെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പറഞ്ഞു തരാനായിട്ട്. എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. അപ്പം അതൊക്കെയാണ് വിശേഷങ്ങൾ. ഞാൻ മറന്നിട്ടില്ല, 100ാമത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, 100ാമത്തെ വീഡിയോ നിങ്ങളിലെ മുടിക്ക് കളർ ചെയ്യുന്നതായിരിക്കും കേട്ടോ, പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാവരും വളരെ സന്തോഷത്തിലിരിക്കുക. അപ്പോൾ ആരെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. കാരണം എല്ലാവർക്കും അത് ഉപയോഗപ്രദമാവണമല്ലോ. പിന്നെ ഈശ്വരനെയൊക്കെ കൂടെ കൊണ്ടു നടക്കണോ അല്ലേ? അതൊക്കെ എപ്പോഴും ഈശ്വരാധീനം ഉണ്ടാവണം. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഈശ്വരനെ മുൻനിർത്തിയിട്ട് ചെയ്യുക. ആദ്യം എന്തെങ്കിലുമൊക്കെ തടസ്സം ഉണ്ടാവാം, ഒന്നും നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. അറിയാവുന്നവരാണെങ്കിലും എപ്പോഴും വിഷ്ണു സഹസ്രനാമം ചെല്ലാൻ പറ്റിയ ചെല്ലാം കേട്ടോ. നമുക്കപ്പോൾ ഈശ്വരനിലേക്ക് കൂടുതൽ അടുക്കും തോറും നമുക്ക് സമാധാനം കണ്ടെത്താൻ സാധിക്കും കേട്ടോ. പിന്നെ കുറേയൊക്കെ നമ്മുടെ മുൻജന്മത്തിൻ്റെ കുറേ അനുഭവിക്കാനുണ്ടാവും. അത് നമ്മൾ ഈ ജന്മം അനുഭവിച്ച് മതിയാവുള്ളൂ. നമ്മൾ പറയില്ലേ, അനുഭവിക്കാനുള്ളത് അനുഭവിച്ചില്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ അടുത്ത ഒരു ജന്മം എടുക്കേണ്ടി വരും എന്നൊക്കെ പറയണ കേട്ടിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് കഷ്ടപ്പെടുന്നവരൊന്നും വിഷമിക്കണ്ട. നിങ്ങൾക്ക് എന്താണ്, ഒരു താഴ്ചയ്ക്ക് എപ്പോഴും ഒരു ഉയർച്ച ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്നും കൊണ്ട് വിഷമിക്കണ്ട. എല്ലാവർക്കും നല്ലതേ വരുള്ളൂ കേട്ടോ. ഈശ്വരനെ എപ്പോഴും ഭജിച്ചിരിക്കുക. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഭഗവാനെ കൂടി ഉണ്ടാവണേ എന്ന് പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോളൂ. നിങ്ങളുടെ എല്ലാ കാര്യവും സാധിക്കും. എന്തിനും ഏതിനും നമുക്ക് സമാധാനം കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ എല്ലാവരുടെ ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. പിന്നെ ചില വ്യക്തികൾ, ഞാൻ അന്ന് പറഞ്ഞ പോലെ, എപ്പോഴും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പെരുമാറണമെന്നില്ല അല്ലേ. പല ഫ്രണ്ട്സ് ഉണ്ടാവാം, പല സ്വന്തക്കാരുണ്ടാവാം, ബന്ധുക്കാരുണ്ടാവാം. അപ്പോൾ ചിലവർക്ക് ചിലത് ഞാൻ പിടിച്ച മുയലിൽ കൊമ്പ് 3 എന്നും പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. പക്ഷെ അവിടെയൊക്കെ നമ്മളൊന്ന് സോഫ്റ്റായിട്ട് നിന്ന് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പം എന്താ, കുഴപ്പമില്ല, ശരി, ഓക്കെ. അപ്പോൾ അവരും സന്തോഷമാവും അല്ലേ. അങ്ങനെ ചീത്ത കാര്യത്തിനൊന്നും നമ്മൾ ഓക്കെ പറയണ്ട കേട്ടോ. അപ്പോൾ ചെറിയൊരു നിസ്സാര കാര്യം, അതിപ്പോൾ പകലാണെന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമായി കേട്ടോ. അങ്ങനെ എല്ലാം വിട്ടുകൊടുക്കാനല്ല ഞാൻ പറയുന്നത് കേട്ടോ, അതങ്ങനെ ഉദ്ദേശിക്കില്ല. ചിലവർ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരിക്കാം കേട്ടോ. അപ്പോൾ അതൊന്നും കൊണ്ട് വിഷമിക്കില്ല. നിങ്ങളെപ്പോഴും ഈശ്വരനെ സമർപ്പിക്കുക കേട്ടോ. എന്ത് ജോലി ചെയ്യുമ്പോഴും ഭഗവാനെ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്, തെറ്റുകുറ്റങ്ങളില്ലാതെ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മളുടെ വശം എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കാം കേട്ടോ. ആരെക്കൊണ്ടും മോശം എന്ന് പറയിപ്പിക്കാത്ത രീതിയിൽ നമ്മൾ എപ്പോഴും അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം കേട്ടോ. നിങ്ങൾ ചെയ്തത് മോശമാണ്, നിങ്ങൾ തെറ്റ് ചെയ്തു. അപ്പോൾ ഒരാളിപ്പോൾ ഒരു വർക്കും നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നമ്മളത് സമയത്തിന് ചെയ്യണം കേട്ടോ.
അതുപോലെ എവിടെയെങ്കിലും ചെല്ലുന്ന സമയത്ത് കൃത്യത എന്നാണ് കേട്ടോ. കൃത്യസമയത്ത് തന്നെ ചെന്ന് ചേരാൻ തയ്യാറാവണം കേട്ടോ. എന്തെങ്കിലും വർക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ രണ്ടാമത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കാൻ ഇടവരുത്താതെ നമ്മളത് ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ഒരു വർക്ക് പറയുമ്പോൾ നമ്മൾ ചെയ്യാം. ഓഫീസിലാണെങ്കിലും നമുക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടി ഈസ് ദി ഫസ്റ്റ് കേട്ടോ. നമ്മൾ പറയില്ലേ കർമ്മമാണ് ദൈവം എന്നൊക്കെ പറയൂലേ, അതുപോലെ നമ്മൾ ചെയ്യാനുള്ള വർക്കുകളാണെങ്കിലും എന്താണെങ്കിലും നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളിൽ ഒരു കുറ്റം മറ്റൊരാൾക്ക് കാണാൻ ഇടയാവരുത്. അതേ രീതിയിൽ വേണം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത്രയും ദിവസം ചിലപ്പോൾ ചിലവർക്ക് പെട്ടെന്ന് നമ്മുടെ ഓരോ മാനസികാവസ്ഥ കൊണ്ട് ദേഷ്യപ്പെടാം. ഓഫീസിലാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ദേഷ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണ്? ഈശ്വരനെ ഭജിക്കുക. ഉള്ളിൽ എപ്പോഴും ഈശ്വരൻ വിചാരിക്കുക. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോഴും നമ്മൾ എന്താ പറയുക, ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് അല്ലേ. കുട്ടികളാണെങ്കിൽ പോലും അവരത് ഉദ്ദേശിക്കുന്നു. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി ക്ലിയർ ആയിട്ട് ചെയ്യാം. അങ്ങനെ ഇത്രയും ദിവസം അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് ഇനി മുതലെങ്കിലും നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകാം കേട്ടോ. അപ്പോൾ എല്ലാ കാര്യത്തിനും ഈശ്വരനെ മുൻനിർത്തിയാൽ ഈശ്വരൻ നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ സന്തോഷമായിട്ടിരിക്കാൻ. അപ്പോൾ ഇതുപോലെ ഓരോ നാമങ്ങളുണ്ട്, നാമങ്ങളൊക്കെ ചൊല്ലുക. ഗണപതി നമ്മളെ വിഘ്നങ്ങളെ തീർത്ത് തരും. അപ്പോൾ അങ്ങനെ ചെയ്യാം. നാമജപം ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. നാമജപം സന്ധ്യയ്ക്ക് 2 നാമമെങ്കിലും നമ്മൾ ചെല്ലാം കേട്ടോ. നാമജപം ചെല്ലാം, നാരായണ നാരായണ എന്നെങ്കിലും ചെല്ലാം. നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും ഈശ്വരനെ മനസ്സിൽ വിചാരിക്കാം, ഭഗവാൻ ഈ ജോലി വേഗം തീരണേ. നമ്മൾ അറിയും കൂടിയില്ല, പെട്ടെന്ന് ജോലി ചെയ്ത് തീർക്കാനും പറ്റും. നമുക്ക് ശക്തി തന്നെ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഭഗവാനെ എനിക്ക് ശക്തി തന്നെ, പെട്ടെന്ന് ചെയ്ത് തീർക്കണേ, തെറ്റുകൂടാതെ ചെയ്യാൻ പറ്റണേ. ഇങ്ങനെയൊക്കെ നിങ്ങൾ ഓരോ പ്രവൃത്തിയിലും ഈശ്വരനെ വിചാരിച്ചുള്ളൂ. എനിക്ക് തന്നെ അത്ഭുതം തോന്നും, ഇത്ര പെട്ടെന്ന് തീർന്നോ. അതുപോലെ നമ്മൾ ഈശ്വരനെ ഉള്ളിൽ കൊണ്ട് കിടക്കും. നമ്മുടെ ഈശ്വരൻ ഉണ്ട് ഉള്ളിൽ അല്ലേ. അപ്പം നമ്മൾ ആ ഈശ്വരനെ തന്നെ എന്ത് ചെയ്യാം, മോട്ടിവേറ്റ്, നമ്മളെ ഒന്ന് ഉഷാറാക്കാം അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും എല്ലാവരോടും സംസാരിക്കുമ്പോഴും ആ രീതിയിൽ സംസാരിക്കാം കേട്ടോ. അപ്പോൾ ഒരിക്കലും അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നമുക്ക് പരാജയം ഉണ്ടാവില്ല കേട്ടോ. അല്പം കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഒരു താഴ്ചയുണ്ടെങ്കിൽ ഒരു ഉയർച്ചയുണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു സങ്കടം ഉണ്ടെങ്കിൽ നാളെ തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ മനുഷ്യ ജീവിതം അതാണല്ലോ കേട്ടോ. അപ്പോൾ എല്ലാവരോടും സ്നേഹത്തിൽ നിൽക്കുക. എപ്പോഴും പറയാനുള്ളത് നമ്മളുടെ കർമ്മങ്ങൾ കേട്ടോ, നമ്മുടെ ഡ്യൂട്ടികൾ. ജോലിക്ക് പോകുന്നവരാണെങ്കിലും ഇന്ന് നമ്മൾ അതിന് വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. ഏത് ചെയ്യണോ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ സന്തോഷത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ശാന്തതയുണ്ടാവും. നമ്മൾ ചൂടായി ഇപ്പോൾ ഓഫീസിലാണെങ്കിലും ഭയങ്കര ടെൻഷനിലൊക്കെ ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് ചൂടാവും. അപ്പോൾ അതുകൊണ്ട് പ്രഷർ കൂടും, നമുക്ക് തന്നെ പ്രശ്നങ്ങളുണ്ടാകും. ഇതിനാണ് നമ്മളുടെ ശരീരം ചീത്തയാക്കേണ്ട ആവശ്യമുള്ള മറ്റുള്ളവർക്ക് വേണ്ടി കേട്ടോ. അപ്പം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം, നല്ലത് പ്രവർത്തിക്കാം, ഈശ്വരനെ കൊണ്ട് കിടക്കാം. എപ്പോഴും ഉള്ളിൽ ഈശ്വരധീനം ഉണ്ടാവാം. ഇതൊക്കെയാണ് പറഞ്ഞു തരാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ മുടിയും പോവില്ല. സ്ട്രെസ് ഈസ് ബെസ്റ്റ് എന്ന് പറയില്ലേ. അപ്പോൾ സ്ട്രെസ്സ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്തിന് വരാതെ നോക്കണം. മുടി കൊഴിച്ചിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ട്രെസ് ഇല്ലാതിരിക്കാം കേട്ടോ. അപ്പോൾ മുടി കൊഴിച്ചിലിന് മെയിൻ കാരണം സ്ട്രെസ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ നമ്മൾ കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സ്ട്രെസ്സിൻ്റെ ആവശ്യമില്ല കേട്ടോ. എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് മുന്നോട്ട് പോവുക. അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പം നാളെ കാണാം നല്ലൊരു ടിപ്പായിട്ട്. എല്ലാവർക്കും നല്ലത്.